എടാ ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണ് ചെറുപ്പം വിട്ടിട്ടുമില്ല. ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ ചീത്തപ്പേരാക്കാം. പിന്നെ ഇത് പേടിച്ച് ലോകത്ത് വേറെ ആരും ജോലിക്ക് ആളെ നടത്താൻ. നീ ഒരു കല്യാണം കഴിച്ച് ഭാര്യ കുട്ടികളായിട്ട് കഴിഞ്ഞാ എത്ര പേര് വേണമെങ്കിലും നിർത്തിക്കാവോ? എനിക്കൊരു പരാതിയില്ല. അച്ഛൻ മരിക്കുമ്പോ എനിക്ക് എത്ര വയസ്സാണെന്നാ പറയാറ്? 2.5. അന്ന് അമ്മ ചെറുപ്പമല്ലേ? വേറെ കല്യാണം കഴിക്കാൻ വേണ്ടപ്പെട്ടവരൊക്കെ നിർബന്ധിച്ചിട്ട് അമ്മ സമ്മതിച്ചില്ലല്ലോ. എന്തുകൊണ്ടാ? ഉള്ള സ്നേഹം മുഴുവൻ എനിക്കിങ്ങനെ. നിന്റെ ഇവിടെ ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ സ്കൂളും കഴിഞ്ഞിട്ട് എത്തിയാ? അമ്മയുടെ ചേരി ഉണ്ട് പറഞ്ഞല്ലോ. അതാ ബാക്കിലത്തെ മുറ്റത്ത് ഇട്ടിട്ടുണ്ട് മോളെ. ഞാൻ ഒരു സിനിമ കണ്ട് തീരാനായിട്ടുള്ളു. നീ ഏട്ടൻ എടുത്തോളില്ലേ? അത് ഞാൻ എടുത്തോളാം. ഏട്ടന്മാരൊന്നും വന്നിട്ടില്ല? ഇല്ല, അവരൊന്നും ഇപ്പൊ ഒന്നും വന്നിട്ടപ്പാ. ശരി, എന്നാ ഞാൻ എടുക്കാം. അതാരാ മണിന്റെ മോനാണ് ചേരി. അത്രക്കുള്ള സമയമുള്ള ഈ ജീവിതത്തിന്. ഗുഡ് നൈറ്റ്. അല്ലപ്പാ, പിള്ളേർ 2 ദിവസമായില്ലേ നമ്മള് വിളിച്ചിട്ട്? ഞാനൊന്ന് വിളിച്ചോ ഈ സമയത്താ? അവരൊന്നും ജോലി തിരക്കിലായിരിക്കും. നീ അങ്ങോട്ട് സിനിമ ഉണ്ടാട്ടെ. അതൊന്നും സാരില്ല, നമ്മളെ ഉണ്ടാക്കില്ലേ. എന്താ ഹലോ അല്ലടാ, നീ 2 ദിവസമായില്ലടാ വിളിച്ചിട്ട്. ഒന്നുമില്ല, ഞാൻ നിന്നെ പെട്ടെന്ന് ഓർമ്മ അങ്ങനെ വിളിച്ചാണ്. ഈ സമയത്ത് വിളിച്ചിട്ട് ശല്യപ്പെടുത്തരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളൂ. ഫോൺ വെക്ക്. ശരി. ഞാനിനി ആരെയും വിളിക്കുന്നില്ല പറയുന്നില്ല. ഇതെല്ലാം കൂടി കേട്ടിയാ ഒരു കാര്യം. നാളെ രാവിലെ ചായക്ക് കപ്പ പോരെ? മതി. എന്നാ എണീക്ക് ബാ, സമയം കുറേ ആയി. 2 കപ്പ പൊരിക്കാലോ. എന്താ ചേച്ചി ഇപ്പൊ നീ പണിമാരിയെന്ന്? ഞാൻ കളി കാണാൻ നോക്കും. ക്രിക്കറ്റ് എല്ലാം പിന്നെയും കാണാം. നിങ്ങൾ വന്നാട്ടെ. എന്തെന്ന്? സിനിമ കൊണ്ട് തന്നെ 3/4 കഴിഞ്ഞു. ഇനി ആകെ 5-6 ഓവർ ഉണ്ടെങ്കിലേ. ഈ 2 പൊരിച്ചോ. ഇതാ അവിടത്തെ പോലെ ഒന്നല്ല. വയസ്സെല്ലാം എത്തി. നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മളെ മക്കൾ കണ്ടിട്ട് ഏട്ട വിളിച്ചേർത്ത് 2 കിലോ മക്കളൊന്നും വെച്ചിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി തരൂല. ഇത് 2 ഞാൻ പോട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ പണിയെല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ഒരു ക്രിക്കറ്റ് കാണല്ലേ വേണ്ടു. എനിക്കിനി എന്തെല്ലാം പണിയുടെ അത്രയുടെ കിടക്കുന്നു. നീ എന്തോ ഞാൻ പോകും. കുളിച്ചിട്ട് പോയിട്ടിരിക്കണേ. നിന്നെ പോലല്ല. കളിയുണ്ടായോ? നിങ്ങളെ കളി കഴിഞ്ഞാ? ഒരു കിലോ കോഴിക്ക് 70 ഉറുപ്പ്യ പോലും ഓൺലൈനിൽ. 1 കിലോ കോഴിക്ക് 70 ഉറുപ്പ്യ പോലും. കോഴി നിലന്ന് ചത്തിട്ടല്ലേ കിട്ടുന്നത്? അതല്ല, 2 ദിവസം മുമ്പേ കത്ത് ഞാനിക്ക് അവർ തരുന്നുണ്ടാവോ? അതിന് നാളെ കറി വെക്കുന്നു. നാളെ സാമ്പാർ വെക്കാം. എന്നാ സാമ്പാർ എടുക്കുന്ന പോരെ? ഞാനിതിൽ കണ്ടത് പറഞ്ഞേ ഉള്ളൂ. എന്നാ അങ്ങനെ പറയണ്ട. കണ്ടതും പറഞ്ഞൂടെ? കുഞ്ഞിനെ വിളിച്ചിട്ടാ? ആര് വിളിക്കാൻ? അവര് വിളിച്ചിട്ടൊന്നുമില്ല. ഞാനൊട്ട് വിളിക്കുകയില്ല. ഇവിടെ 2 ജന്മങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടോ എന്ന് അറിയാൻ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവര് വിളിക്കണ്ട. അവർക്കിപ്പോ അവരെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ മിസ്സാക്കി. ഇതിനല്ല ടീമിലെടുത്ത് കള്ളപ്പമ്മ. ആരോടായി പറയും? ആരോട് എന്തിനായി പറയും?
നിങ്ങൾ ടി വി ഓഫാക്കി വന്ന് കിടന്നാട്ടെ, കുറേ നേരം ആയല്ലോ. കഴിയാനായി, നീ കിടന്നോ, ആയിപ്പോരാ. ആ വരുന്നേ ഒന്നിനും സമ്മതിക്കില്ല. കുറച്ചങ്ങ് നീ കിടന്നാട്ടെ. എന്നാ വെച്ച് ജീവിതത്തിൻ്റെ തിരക്കിൽ നാളെ വിളിക്കാമെന്ന് മാറ്റിവെച്ച ഓരോ നിമിഷവും ഒരു ദിവസം തിരിച്ചു വിളിക്കാനാവാത്ത മൗനമായി മാറിയേക്കാം. ഇന്ന് ആ വീട്ടിൽ ഫോൺ മുടങ്ങുന്നില്ല. പക്ഷെ ആ ഒരു ഫോൺ വിളിക്കായി 2 ഹൃദയങ്ങളെന്നും ആ വീട്ടിൽ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിന് ഇന്നേക്ക് 10-ാം വർഷം.